ഹലോ എവരി വൺ, വെൽക്കം ടു ഐ ഫോർ എഡ്യൂക്കേഷൻ. ഹിസ്റ്ററി നെറ്റ് GRF വീഡിയോ സീരീസിൻ്റെ മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് സോഴ്സസ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളതാണ്. നമുക്കറിയുന്ന പോലെ തന്നെ നമ്മൾ ഹിസ്റ്ററി പഠിക്കുന്നത് ബേസ്ഡ് ഓൺ സോഴ്സ് ആണ്. ഏൻഷ്യൻറ്റിൻ്റെ മെഡീവലിൻ്റെ ഒക്കെ സോഴ്സുകൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടൊക്കെ ഉണ്ടായിരുന്നു. ദെൻ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് വെച്ചാൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സോഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. സോഴ്സുകൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ളത് ഒന്നുകൂടിയും വളരെ ക്ലിയർ ആയിട്ടുള്ള ഇൻഫർമേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. അതേസമയം പഠിക്കുന്ന സമയത്ത് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ സോഴ്സ് കൂടുതലായതുകൊണ്ട് തന്നെ ഡിഫറെൻറ്റ് ഒപ്പീനിയൻസും മറ്റുള്ളതൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് നമുക്ക് പഠിക്കാൻ ചിലപ്പോൾ എന്ത് ചെയ്യും, കുറച്ചുകൂടി ചലഞ്ചിങ് ആണ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, പ്രധാനമായിട്ട് ഇതിൻ്റെ സോഴ്സുകൾ എന്നൊക്കെ പറയുന്നത്. ദെൻ നമുക്ക് നോക്കാം, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇത്രയും സോഴ്സുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടും വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ട് എന്നുള്ളതാണ്. ഈ മെറ്റീരിയൽസിലെ മേജർ പാർട്ട് എന്ന് പറയുന്നതും ആർക്കൈവ്സിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ആർക്കൈവൽ മെറ്റീരിയൽസ് ആണ് എന്നുള്ളതാണ്. സോ ഇവിടെ ഒരു മിഡ് 18th ടു മിഡ് 20th സെഞ്ച്വറി വരെയുള്ള സമയത്ത്, അല്ലെങ്കിൽ അതിനെ നമ്മൾ പ്രധാനമായിട്ടും മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഒരു സമയമായിട്ട് പറയുന്നത്. ഈ ഒരു സമയത്ത് ഇഷ്ടംപോലെ മെറ്റീരിയൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ പ്രധാനമായിട്ടും നമ്മൾ ആർക്കൈവ്സിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ആർക്കൈവ്സ് എന്ന് പറയുന്നത് ആർക്കൈവൽ മെറ്റീരിയൽസ് എന്നൊക്കെ പറയുന്നത് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെൻസിനെയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും പ്രൈമറി സോഴ്സുകളാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഒരു ആർക്കൈവൽ സോഴ്സിനൊക്കെ സംബന്ധിച്ച് പറയുന്നത് അത് ശരിക്കും ഭാവി തലമുറയ്ക്ക് ചരിത്രം പഠിക്കാൻ വേണ്ടിയിട്ടൊന്നും അവർ പ്രിസർവ് ചെയ്തിട്ടുള്ളൊരു സാധനമൊന്നുമല്ല. അവരുടെ ഡേ ടു ഡേ ഒഫീഷ്യലായിട്ടുള്ള അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിട്ടുള്ള റെക്കോർഡ്സാണ് അവർ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നീട് വരുന്ന ജനറേഷൻ എന്ത് ചെയ്യും, അതിനെ സംബന്ധിച്ച് ആ ഒരു കാലത്തെ സംബന്ധിച്ച് പഠിക്കാനായിട്ട് നമ്മൾ ഈ ഒരു മെറ്റീരിയൽസിനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ്. സോ ഈ ഒരു ആർക്കൈവ്സിനകത്ത് പ്രധാനമായിട്ടും ഉണ്ടാകുന്നത് ഒഫീഷ്യൽ റെക്കോർഡ്സ് ആണ്, ദ പേപ്പേഴ്സ് ഓഫ് ഗവൺമെൻറ് ഏജൻസീസ് അറ്റ് വേരിയസ് ലെവൽസ്. സോ ഗവൺമെൻറ് ഏജൻസി അതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഡിഫറെൻറ്റ് ലെവലിൽ അവർ യൂസ് ചെയ്തിട്ടുള്ള ഒഫീഷ്യൽ റെക്കോർഡ്സ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ആർക്കൈവ്സിനകത്ത് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദെൻ ഇന്ത്യൻ ഹിസ്റ്ററി അല്ലെങ്കിൽ ഇന്ത്യയിൽ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ബ്രിട്ടീഷുകാരാണ് ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷൻ്റെ അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെക്കോർഡ്സിനെ സംബന്ധിച്ച് പഠിക്കേണ്ടി വരും എന്നുള്ളതാണ്. സോ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെക്കോർഡ്സിനകത്ത് we get detailed account of trading conditions during 1600 to 1857 എന്നുള്ളതാണ്. 1600 മുതൽ 1857 വരെയുള്ള കാലഘട്ടത്തിലെ ബ്രിട്ടീഷുകാരുടെ ട്രേഡിനെ സംബന്ധിച്ചൊക്കെയുള്ള വിവരം ചെയ്യുന്നുണ്ട്. അതിലെ തുടക്കത്തിലുള്ള റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ മറ്റുള്ള യൂറോപ്യൻ കമ്പനീസും ഇതിലേക്ക് വന്നിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ മാത്രമല്ല ഇന്ത്യയിൽ ട്രേഡ് നടത്തിയിരുന്നത്. പോർച്ചുഗീസുകാർ, ഡച്ചുകാർ, ഫ്രഞ്ചുകാർ, ഡാനിഷുകാർ, ഇവരൊക്കെ ഇതിനകത്ത് ട്രേഡിങ്ങിൽ വന്നിട്ടുള്ള ആൾക്കാരാണ്. സോ അവരുടെ റെക്കോർഡ്സും നമ്മളെ ഇത്തരത്തിൽ പ്രധാനമായിട്ടും ഇന്ത്യയുടെ എക്കണോമിക് കണ്ടീഷൻ എന്തായിരുന്നു, അതുപോലെ തന്നെ ചില ഘട്ടങ്ങളിലെ ഇന്ത്യയുടെ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ എന്തൊക്കെയായിരുന്നു എന്നുള്ളതിനൊക്കെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഞാൻ അത്രേ പറഞ്ഞോളൂ. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ റെക്കോർഡ്സിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇന്ത്യയിലെ ട്രേഡിനെ സംബന്ധിച്ചൊക്കെയുള്ള ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. മറ്റ് യൂറോപ്യൻ കമ്പനീസിനെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ റെക്കോർഡ്സ് ഒന്നും നമുക്ക് ട്രേഡുമായിട്ടും പൊളിറ്റിക്കലായിട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ഇതിനകത്ത് മറ്റേതെല്ലാം തരം അല്ലെങ്കിൽ ഈ ഒഫീഷ്യൽ റെക്കോർഡ്സ് അല്ലാത്ത മറ്റെന്തെല്ലാം ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മളെ ചരിത്രം എഴുതാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ളതാണ്. സോ ഇതിനകത്ത് വർക്ക് സച്ച് ആസ് മെമ്മറീസ് അല്ലെങ്കിൽ ഈ ഒരു സ്കോളേഴ്സിൻ്റെ അതല്ലെങ്കിൽ മറ്റ് ഒഫീഷ്യൽസിൻ്റെ ഒക്കെ ബയോഗ്രാഫീസ് അല്ലെങ്കിൽ ഓട്ടോബയോഗ്രാഫി പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സംഗതികൾ അല്ലെങ്കിൽ അവരുടെ മെമ്മറീസൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഹിസ്റ്ററി എഴുതാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ ബയോഗ്രാഫിക്കൽ വർക്കുകൾ, ദെൻ ട്രാവൽ അക്കൗണ്ട്സ് എന്നുള്ളതാണ്. ഈ ഒരു സമയത്ത് പ്രധാനമായിട്ടും ട്രേഡേഴ്സും മറ്റൊരു ടീം എന്ന് പറഞ്ഞാൽ ട്രാവലേഴ്സുമാണ് ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ളത്. സോ ഇവരുടെ ട്രാവലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവരെപ്പോഴും എന്ത് ചെയ്യും, അവരുടെ ട്രാവലിൻ്റെ റെക്കോർഡ്സ് കീപ്പ് ചെയ്യും എന്നുള്ളതാണ്. സോ ഇത്തരത്തിലുള്ള ട്രാവലർ അക്കൗണ്ട്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ചരിത്രം എഴുതാനായിട്ട് സഹായിക്കുന്നുണ്ട്. ദെൻ മറ്റൊരു പ്രധാന സോഴ്സാണ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ് എന്നുള്ളത്. വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, വളരെ കാര്യമായിട്ട് തന്നെ പഠിക്കേണ്ട, നെറ്റ് എക്സാമിൽ എപ്പോഴും ക്വസ്റ്റ്യൻസ് വരുന്നൊരു ഏരിയയാണ് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ് എന്ന് പറയുന്നത്. ആര് തുടങ്ങി, എന്ന് തുടങ്ങി, എവിടെ വെച്ച് തുടങ്ങി, എന്താണ് പറയുക, അതിൽ പ്രധാനമായിട്ടും എന്തൊക്കെ തീമാണ് അല്ലെങ്കിൽ അവരെന്തൊക്കെ കാര്യങ്ങളാണ് പബ്ലിഷ് ചെയ്തിരുന്നത്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കണം. സോ ഫ്രം ലേറ്റ് 18th to 19th and 20th centuries. സോ ഒരു
18-ാം നൂറ്റാണ്ടിൻ്റെ ഒരു സെക്കൻഡ് ഹാഫ് മുതൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു എൻഡ് മുതൽ ഏതാണ്ട് ഒരു 1780 മുതലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇന്ത്യയിൽ സജീവമായിട്ട് ന്യൂസ് പേപ്പേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഈ ഒരു സമയം മുതൽ പിന്നീട് 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടിലൊക്കെ ഉള്ള വിവരങ്ങൾ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പറിലൂടെ ലഭ്യമാണ് എന്നുള്ളതാണ്. ന്യൂസ് പേപ്പറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒഫീഷ്യൽ റെക്കോർഡ്സ് ഒക്കെ ആണെങ്കിൽ അവർ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. പക്ഷേ ന്യൂസ് പേപ്പർ അങ്ങനെയല്ല. അഡ്മിനിസ്ട്രേഷനിലുപരി സൊസൈറ്റിയുടെ മിക്കവാറും എല്ലാ ആസ്പെക്റ്റുകളും എന്ത് ചെയ്യുന്നുണ്ട്, ന്യൂസ് പേപ്പേഴ്സ് അവരുടെ ഡിസ്കഷനിൽ അല്ലെങ്കിൽ അവർ ഡീൽ ചെയ്യുന്ന മേഖലയിൽ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളതാണ്. ദെൻ മറ്റു ചില സോഴ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതർ സോഴ്സ് ഓഫ് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ഇൻക്ലൂഡ് ഓറൽ എവിഡൻസ് എന്നതാണ്. പക്ഷേ പല സമയത്തും ചരിത്രകാരന്മാർ ഓറൽ എവിഡൻസിന് അത്ര തന്നെ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല എന്നുള്ളതാണ്. അത് എത്രമാത്രം ഒതൻറ്റിക് ആണ് എന്നുള്ളതിൽ ഒരു പരിശോധന നടത്തണം എന്നുള്ള ഒരു കാര്യമൊക്കെ പറഞ്ഞിട്ട് എനിവേസ് ഓറൽ എവിഡൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ചരിത്ര രചനയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഇപ്പോൾ ചരിത്ര ഗ്രന്ഥങ്ങളല്ല, പകരം ലിറ്റററി വർക്കുകളാണ്. ഈ ലിറ്റററി വർക്കിനകത്ത് നോവൽസോ അങ്ങനെയുള്ളതിനൊക്കെ എന്ത് ചെയ്യുന്നു, ആ കാലഘട്ടത്തിലെ ചരിത്രത്തിന് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. കറക്റ്റായിട്ട് കുറച്ചുകൂടി റൊമാൻറ്റിസൈസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ പറയുന്നുണ്ടാവുക, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ സോഴ്സ് ഓഫ് ഹിസ്റ്ററി എന്നുള്ളതാണ്. ചരിത്രത്തിൻ്റെ ഒരു സോഴ്സ് തന്നെയാണ് ക്രിയേറ്റീവ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം മുഗൾ ഹിസ്റ്ററി എഴുതാനൊക്കെ നമ്മൾ പ്രധാനമായിട്ട് യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നത് അവരുടെ പെയിൻറ്റിങ്സിനൊക്കെയാണ്. അപ്പോൾ അത്തരത്തിൽ ഇവിടെ മോഡേൺ പീരീഡിൽ ഒരുപാട് പെയിൻറ്റിങ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ പെയിൻറ്റിങ്സ് ഒക്കെ പരിശോധിക്കുന്നതിലൂടെ 1857 റിവോൾട്ടിനൊക്കെ സംബന്ധിച്ചൊക്കെയുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു ദുരവസ്ഥനൊക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് പെയിൻറ്റിങ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത്തരത്തിൽ പെയിൻറ്റിങ്സും നമ്മുടെ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എഴുതുന്നതിൽ നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ പഠിച്ചെടുക്കേണ്ട കാര്യങ്ങളാണ്. ഏതൊക്കെയാണ് ഈ പെയിൻറ്റിങ്സ് എന്ന് പറയുന്നത്, ഏതൊക്കെ സ്കൂൾസ് ഓഫ് പെയിൻറ്റിങ്സ് ആണ് അവിടെ ഉണ്ടായിരുന്നത്, ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് പെയിൻറ്റിങ്ങിനെ അറിയപ്പെട്ടിരുന്നത് എന്ത് പേരിലാണ്, ഇങ്ങനെയുള്ള ഒരുപാട് സംഗതി. അതുപോലെ ക്രിയേറ്റീവ് ലിറ്ററേച്ചറിനകത്ത് നമ്മുടെ ബങ്കിം ചന്ദ്രയുടെ വർക്ക്, അങ്ങനെയുള്ള ഒരുപാട് സംഗതികൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിസ്കഷനകത്തേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഞാനൊരു ഹിൻഡ് മാത്രം തരുന്നുള്ളൂ, നിങ്ങൾ കൂടുതൽ റെഫറൻസ് അതിനകത്തൊക്കെ നടത്തണം. സോ നമ്മൾ ഇതിനകത്ത് ആർക്കൈവൽ മെറ്റീരിയൽസിനെ സംബന്ധിച്ച് കുറച്ചധികം കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. സോ ആർക്കൈവൽ മെറ്റീരിയൽസിന് അല്ലെങ്കിൽ ആർക്കൈവൽ മെറ്റീരിയൽസിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാമെന്നുള്ളതാണ്. സോ അതിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആർക്കൈവ്സ് വരും, സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആർക്കൈവ്സ് വരും, ദെൻ റെക്കോർഡ്സ് ഓഫ് ഇൻ്റർമീഡിയറ്റ് ആൻഡ് സബോർഡിനേറ്റ് അതോറിറ്റീസ് എന്നുള്ളതാണ്. അതായത് ലോവർ ലെവലിലുള്ള അഡ്മിനിസ്ട്രേഷൻ്റെ സബോർഡിനേറ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ ബന്ധപ്പെട്ട് വരുന്ന റെക്കോർഡ്സ് വരും. പിന്നെ ഒന്നാണ് ജുഡീഷ്യൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ജുഡീഷ്യൽ റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ആ കാലത്തെ നിയമവ്യവസ്ഥ എങ്ങനെയായിരുന്നു, കോർട്ട് പ്രൊസീജിയേഴ്സ് എങ്ങനെയൊക്കെ ആയിരുന്നു, അന്ന് നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട ക്രൈംസ് എന്തൊക്കെയായിരുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് ഇൻഫർമേഷൻ ജുഡീഷ്യൽ റെക്കോർഡ്സ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് നമുക്കുള്ള മറ്റൊരു ആർക്കൈവ്സ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആർക്കൈവ്സ് ആണ്. അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനികളുടെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ എന്ത് ചെയ്യും, ആർക്കൈവ്സ് ഉണ്ടായിരിക്കും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാലഘട്ടത്തിൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൻ്റെ ചരിത്രം എഴുതാനായിട്ടുള്ള റെഫറൻസുകൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് നമുക്ക് കിട്ടും എന്നുള്ളതാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു സംഗതി ഉള്ളത് ആർക്കൈവൽ സോഴ്സസ് അവൈലബിൾ അബ്രോഡ് എന്നുള്ളതാണ്. സോ മറ്റു യൂറോപ്യൻ കമ്പനീസ് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ലണ്ടനിലൊക്കെ ഇന്ത്യയിൽ അഡ്മിനിസ്ട്രേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഡോക്യുമെൻറ്റ്സ് സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ അത് ഇതിനു മുൻപ് വന്നിട്ടുള്ള പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും ഒക്കെ ഒരുപാട് ഡോക്യുമെൻറ്റ്സ് പുറത്ത് അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ ആർക്കൈവ്സിലുണ്ട് എന്നുള്ളതാണ്. സോ ഫോറിൻ ആർക്കൈവ്സും നമുക്ക് ചരിത്രം എഴുതാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ആർക്കൈവൽ മെറ്റീരിയൽസിനെ സംബന്ധിച്ച് ബേസിക്കലി പറയാനായിട്ടുള്ളത്. ഇനി നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആർക്കൈവ്സിലേക്ക് പോവുകയാണെങ്കിൽ വേരിയസ് ബ്രാഞ്ചസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെയുള്ള മെറ്റീരിയൽസിനെ നമുക്ക് തിരിക്കാനായിട്ട് പറ്റും. അതിൽ പബ്ലിക് അല്ലെങ്കിൽ ജനറൽ ആയിട്ടുള്ളതുണ്ട്, റവന്യൂ റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, പൊളിറ്റിക്കൽ മിലിറ്ററി റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, ദെൻ ഒഫീഷ്യൽ സീക്രട്സ് എന്നൊക്കെ പറയുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സ് ഉണ്ടായിരിക്കും, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള റെക്കോർഡ് ഉണ്ടാവും, ജുഡീഷ്യൽ, എഡ്യൂക്കേഷൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് റെക്കോർഡ്സ് എന്ത് ചെയ്യും നമുക്ക് ഈ ഒരു സെൻട്രൽ ആർക്കൈവ്സിനകത്ത് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ബ്രാഞ്ചസ് ആയിട്ട് നമുക്ക് തിരിക്കാം എന്നുള്ളതാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു സയൻറ്റിഫിക് സർവേ നടത്തുന്നത്, ഈ സർവേ എന്നുള്ളത് ഇന്ത്യയുടെ ജോഗ്രാഫീനെ അല്ലെങ്കിൽ മാപ്പിനെയൊക്കെ റീകൺസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മാപ്പിന് ഒരു കൺസ്ട്രക്ഷൻ നടത്തുക എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ ആദ്യമായിട്ടൊരു സർവേ നടത്തിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് സർവേയർ ജനറൽ ഓഫ് ബംഗാൾ
ഇറ്റ് വാസ് ജെയിംസ് റെനൽ. ഓക്കെ, ജെയിംസ് റെനലിൻ്റെ നേതൃത്വത്തിലാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1767. 1767 എന്ത് ചെയ്യുന്നു, അവരൊരു സർവേ നടത്തുന്നു. ദെൻ ഒരു സയൻറ്റിഫിക് സർവേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ ഒരു ഘട്ടത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഈ ഒരു സർവേ നടത്തുന്നതിലൂടെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇന്ത്യക്ക് വളരെ ഫ്രഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സമഗ്രമായിട്ടുള്ള വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു മാപ്പ് ലഭ്യമാവുന്നു. മിക്കവാറും അൺനോൺ ആയിട്ടുള്ള റീജിയൻസിനൊക്കെ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഉൾക്കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട്. ബോർഡേഴ്സിനൊക്കെ വളരെ കൃത്യമായിട്ട് സ്പെസിഫൈ ചെയ്യുന്ന രീതിയിൽ ഇവരുടെ മാപ്പ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. സോ നമുക്ക് മാപ്പിൻ്റെ വിവരം കിട്ടുന്നതോടുകൂടി തന്നെ ഇവരുടെ മാപ്പ് നടത്തുന്ന അല്ലെങ്കിൽ ഇവർ ഈ സർവേ നടത്തുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർക്ക് ഒരുപാട് റെക്കോർഡ്സ് ഉണ്ടായിരിക്കും. അവിടെ ഇങ്ങനെ, ഇവിടെ ഇങ്ങനെ, ഈ ജോഗ്രഫി അങ്ങനെ, അല്ല മറ്റുള്ള ടെറൈൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ റിവർ ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ഇൻഫർമേഷൻ, പരിസരത്ത് എത്ര ആൾക്കാർ താമസിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, അവർ അവരുടെ റെക്കോർഡ്സിനകത്ത് സൂക്ഷിക്കും എന്നുള്ളതാണ്. അത് നമുക്ക് ചരിത്രം എഴുതാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ദെൻ ജേർണൽസ്, അതുപോലെ തന്നെ മെമ്മറീസ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾക്ക് ഒരു ചരിത്രം എഴുതുന്നതിലൂടെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇങ്ങനെ സർവേ നടത്തിയിട്ടുള്ള സർവേസിൻ്റെയൊക്കെ അവരുടെയൊക്കെ മെമ്മറീസ് അല്ലെങ്കിൽ അവരുടെയൊക്കെ മെമ്മോയിസ്, അതുപോലെ ജേർണൽസൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചരിത്രം എഴുതാനുള്ള റിസോഴ്സായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. ഇനി സ്റ്റേറ്റ് ആർക്കൈവ്സിനകത്തേക്ക് വരികയാണെങ്കിൽ നമുക്കിവിടെ ലാഹോറിലെ ആർക്കൈവ്സ് ഓഫ് ദ കിങ്ഡം ഓഫ് ലാഹോർ, സോ ഈ ഒരു സിഖ് എംപയറിനെ സംബന്ധിച്ചൊക്കെയുള്ള ഇൻഫർമേഷൻ നമുക്ക് പ്രധാനമായിട്ട് ലഭിക്കുന്നത് കൽസ ദർബാർ എന്ന് പറയുന്ന അവിടെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവരുടെ റെക്കോർഡ്സൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത്. അതിനകത്ത് 1800 മുതൽ 1849 വരെയുള്ള റെക്കോർഡ്സ് പ്രധാനമായിട്ടും നമുക്ക് അവിടുന്ന് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. മറ്റൊന്നല്ലെങ്കിൽ മറാത്ത ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനമായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത് പേഷ്വാ ദഫ്താർ ഹൗസ്ഡ് ഇൻ ദ ഏലിയനേഷൻ ഓഫീസ് പൂനെ. സോ പൂനെയിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള പേഷ്വാ ദഫ്താറിൽ നിന്ന് ആണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മറാത്ത ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഇൻഫർമേഷനൊക്കെ കിട്ടുന്നത്. ഇനി ബ്രിട്ടീഷ് പ്രിൻസ്ലി സ്റ്റേറ്റസ്, അതായത് രാജസ്ഥാനിലെ ബ്രിട്ടീഷ് പ്രിൻസ്ലി സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ രജ്പുത് കിങ്ഡംസിനൊക്കെ സംബന്ധിച്ച് അതിനകത്ത് ജയ്പൂർ, ബിക്കാനീർ, ജോധ്പൂർ, ഉദയ്പൂർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സ്റ്റേറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, രാജസ്ഥാനിലുണ്ടായിരുന്നു. ഇവരായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് രാജസ്ഥാൻ്റെ സ്റ്റേറ്റ് ആർക്കൈവ്സ് നിന്നാണ് ലഭ്യമാവുന്നത് എന്നുള്ളതാണ്. ഓക്കെ, സ്റ്റേറ്റ് ആർക്കൈവ്സ് ഓഫ് രാജസ്ഥാൻ ആൻഡ് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ബിക്കാനീർ എന്നുള്ളതാണ്. ബിക്കാനീറിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, രാജസ്ഥാൻ്റെ സ്റ്റേറ്റ് ആർക്കൈവ്സ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്നാണ് ഇവരായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുന്നത്. ദെൻ സൗത്തിലെ ഇപ്പോൾ മൈസൂറിലെ ആവട്ടെ, അതുപോലെ തന്നെ ഈ ട്രാവൻകൂർ ഡൈനാസ്റ്റി, ഇവരുടെയൊക്കെ ഇൻഫർമേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്, അതാത് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. ഓരോന്നിലേക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ ആർക്കൈവൽ സോഴ്സ് നമ്മളെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളൊക്കെ അവരുടെ ആർക്കൈവൽ റെക്കോർഡ്സൊക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. ദെൻ ബ്രിട്ടീഷുകാരുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ അവരുടെ 3 പ്രസിഡൻസി ബേസ് ചെയ്തിട്ടാണ് അവർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ബംഗാൾ, അതുപോലെ തന്നെ കൽക്കട്ട, ദെൻ മദ്രാസ്. ഈ 3 പ്രസിഡൻസി ബേസ് ചെയ്തിട്ടാണ് അവർ ഭരിച്ചിട്ടുണ്ടായിരുന്നത്. സോ ബംഗാളിനെ സംബന്ധിച്ച് തുടക്കത്തിൽ അല്ലെങ്കിൽ ഫോർട്ട് വില്യം ആയിരുന്നു ബംഗാളിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കേന്ദ്രം എന്ന് പറയുന്നത്. സോ ഏർലി റെക്കോർഡ്സ് ബംഗാളിൻ്റെ ഫോർട്ട് വില്യമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് റെക്കോർഡ്സ് അവർ കീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാം സിറാജ് ദൗളയുടെ ഒരു കൽക്കട്ട അറ്റാക്ക് വരുന്നുണ്ട്. സോ ഈ ഒരു കൽക്കട്ട അറ്റാക്കിൻ്റെ സമയത്ത് ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1756, ബാറ്റിൽ ഓഫ് പ്ലാസിയുടെ മുന്നേ ആയിരുന്നു. സോ കൽക്കട്ട അറ്റാക്കിൻ്റെ സമയത്ത് അതുവരെ ഉണ്ടായിരുന്ന ഫോർട്ട് വില്യമിലെ മൊത്തം റെക്കോർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്ട്രോയ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. സോ അതിന് മുൻപുള്ള അല്ലെങ്കിൽ പ്രീ പ്ലാസി റെക്കോർഡ്സ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ളതാണ്. പക്ഷേ പ്ലാസിക്ക് ശേഷമുള്ള റെക്കോർഡ്സ് വളരെ ക്ലിയർ ആയിട്ട് തന്നെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. സോ റെക്കോർഡ്സ് ആഫ്റ്റർ ബാറ്റിൽ ഓഫ് പ്ലാസി ഈസ് അവൈലബിൾ. ദെൻ ഇതിനകത്ത് നാഷണൽ ആർക്കൈവ്സിനകത്ത് അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ ആർക്കൈവ്സിനകത്തുണ്ട്. ദെൻ മറ്റുള്ളത് ചിലതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റ് ബംഗാളിൻ്റെ ആർക്കൈവ്സിനകത്ത്, സ്റ്റേറ്റ് ആർക്കൈവ്സിനകത്തും നമുക്ക് കാണാനായിട്ട് പറ്റുമെന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ബ്രിട്ടീഷ് റെക്കോർഡ്സ്, ബംഗാളുമായിട്ട് ബന്ധപ്പെട്ട റെക്കോർഡ്സൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ദെൻ മദ്രാസ് പ്രസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം 1670 മുതലുള്ള റെക്കോർഡ്സ് മദ്രാസ് പ്രസിഡൻസിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദെൻ ദ ആർക്കൈവ്സ് ഓഫ് ബോംബെ പ്രസിഡൻസി അല്ലെങ്കിൽ നമ്മുടെ ബോംബെ പ്രസിഡൻസിയായിട്ട് ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സ് മഹാരാഷ്ട്രയിലെ സ്റ്റേറ്റ് ആർക്കൈവ്സ് എന്നൊക്കെ നമുക്ക് ലഭ്യമാവുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അവരുടെ ആർക്കൈവൽ റെക്കോർഡ്സിനെ സംബന്ധിച്ച്
നമുക്ക് മനസ്സിലാവുന്ന സംഗതികൾ എന്ന് പറയുന്നത്. ദെൻ മറ്റു യൂറോപ്യൻ പവേഴ്സിൻ്റെ ഒരു കേസിലേക്ക് വരികയാണെങ്കിൽ പോർച്ചുഗീസ് റെക്കോർഡ്സ് ഒക്കെ ഗോവയിലാണ് പ്രിസർവ് ചെയ്തിരുന്നത് ഫ്രം 1700 to 1900, 1700 to 1900 വരെയുള്ള സമയത്തുള്ള പോർച്ചുഗീസ് റെക്കോർഡ്സ് ഗോവയിൽ കാണാനായിട്ട് പറ്റും. ദെൻ ഡച്ച് റെക്കോർഡ്സ് ഓഫ് കൊച്ചിൻ ആൻഡ് മലബാർ ആർ ഇൻ ദ മദ്രാസ് റെക്കോർഡ് ഓഫീസ്. സോ ഡച്ചുകാരുടെ മലബാറും അതുപോലെ തന്നെ കൊച്ചിയൊക്കെ ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സൊക്കെ മദ്രാസ് റെക്കോർഡ് ഓഫീസിൽ കാണാനായിട്ട് പറ്റും. ദെൻ ചിൻസുരായിട്ട് ബന്ധപ്പെട്ടുള്ള ഡച്ചുകാരുടെ ഒരു കേന്ദ്രമായിരുന്നു ചിൻസുര എന്ന് പറയുന്നത്. സോ വെസ്റ്റ് ബംഗാളിൻ്റെ സ്റ്റേറ്റ് ആർക്കൈവ്സിലാണ് ചിൻസുരായിട്ട് ബന്ധപ്പെട്ട് അവരുടെ റെക്കോർഡ്സ് നമുക്ക് കിട്ടുന്നത്. സോ ഇതെല്ലാം നമ്മൾ പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്കിതിൽ വേണമെന്നുള്ളതാണ്. ഇത് ഈ ഒരു റെക്കോർഡ്സൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് റെക്കോർഡ്സ് ഉണ്ട്. ഈ റെക്കോർഡ്സൊക്കെ പല പല സ്ഥലങ്ങളിലായിട്ടാണ് ലൊക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ റെക്കോർഡ്സിനൊക്കെ നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ കുറച്ചുകൂടി ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുന്നതിലൂടെ തന്നെ ഇവിടെ നിന്നൊക്കെ വരുന്ന ക്വസ്റ്റ്യൻസ് നമുക്ക് സുഖമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ദെൻ ഫ്രഞ്ച് ആർക്കൈവ്സിനെ സംബന്ധിച്ച് ചന്ദ്രനഗർ, അവിടെ അതുപോലെ തന്നെ പോണ്ടിച്ചേരി, ഇത് രണ്ടുമായിരുന്നു പ്രധാനപ്പെട്ട ഫ്രഞ്ച് കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയുന്ന സംഗതിയാണ്. പോണ്ടിച്ചേരി വാസ് ദെയർ അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ. ദെൻ ചന്ദ്രനഗർ ഒരുപാട് കാലം അവരുടെ കീഴിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. സോ ചന്ദ്രനഗറിനെ സംബന്ധിച്ച് അതുപോലെ തന്നെ പോണ്ടിച്ചേരിനെയൊക്കെ സംബന്ധിച്ച് അവർ സൂക്ഷിച്ചിരുന്ന റെക്കോർഡ്സൊക്കെ ദേ വെർ ടേക്കൺ ടു പാരീസ് എന്നുള്ളതാണ്. സോ ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, അവർ പിന്നീട് പാരീസിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. സോ അവിടെയുള്ള ആർക്കൈവ്സിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, അതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ദെൻ ഇതിനകത്ത് ഡാനിഷ് പൊസഷൻസ് എന്നുള്ളത് പ്രധാനമായിട്ടും സേരംബോറിനെയൊക്കെ സംബന്ധിച്ചാണ് പറയുന്നത്. ഡാനിഷ് പൊസഷൻസ് ഒക്കെ അവർ കോപ്പൻഹേഗനിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ പൊസഷൻസ് മീൻസ് അവരുടെ പൊസഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റെക്കോർഡ്സ് എന്ന് പറയുന്നത്. ഡാനിഷുകാരുടെ ട്രാങ്ക്യുബാർ, സേരംബോർ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള റെക്കോർഡ്സാണ്. ഇതെല്ലാം അവർ കോപ്പൻഹേഗനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ മനസ്സിലാക്കേണ്ട ഒരു സംഗതി. ദെൻ ഇതിൽ ഞാൻ ഒരുപാട് സംഗതികൾ ഒരു ഷോർട്ട് ടേമിൽ പറയാമെന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള കുറച്ച് സംഗതികൾ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നുള്ള ജുഡീഷ്യൽ റെക്കോർഡ്സിനെ സംബന്ധിച്ചാണ്. ജുഡീഷ്യൽ റെക്കോർഡ്സിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കേണ്ടതായിട്ട് വരും. പ്രൈവറ്റ് ആർക്കൈവ്സ് എന്നുള്ളതിനെ ബന്ധപ്പെട്ട് ഏതൊക്കെ ഫാമിലീസ് എന്നുള്ള സംഗതികളൊക്കെ നമുക്ക് ചെറിയൊരു അവയർനെസ് ഉണ്ടാവണം. ദെൻ ഫോറിൻ ആർക്കൈവ്സിനെ സംബന്ധിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് രാജ്യങ്ങളിൽ പ്രധാനമായിട്ടും കൊളോണിയൽ പവേഴ്സിൻ്റെ റെക്കോർഡ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, അവരവരുടെ രാജ്യങ്ങളിൽ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതെങ്കിലും തൽക്കാലത്തേക്ക് ഓർത്ത് വെക്കുക. പിന്നെ ഉള്ളത് പെയിൻറ്റിംഗ് ആണ്. ഇപ്പോൾ ബ്രിട്ടീഷ് സ്കൂൾ ഓഫ് പെയിൻറ്റിംഗ് എന്ന് വെച്ചാൽ പാറ്റ്ന കാലം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സംഗതിയൊക്കെ ഉണ്ട്. ലാസ്റ്റ് എക്സാമിലൊക്കെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്ന ഒരു സംഗതിയാണ്. സോ പെയിൻറ്റിങ്, അതുപോലെ തന്നെ ഓരോ പെയിൻറ്റിങ്ങും ചെയ്തിട്ടുള്ളത് ആര് എന്നുള്ള രീതിയിലൊക്കെ ക്വസ്റ്റ്യൻ വരാറുണ്ട്. പിന്നീടുള്ളത് ലിറ്ററേച്ചറാണ്. ഞാൻ നേരത്തെ പറഞ്ഞു ക്രിയേറ്റീവ് ലിറ്ററേച്ചർ എന്നുള്ളത് ബങ്കിം ചന്ദ്രയുടെ ആനന്ദമഠ് പോലത്തെ വർക്കുകളൊക്കെ സംബന്ധിച്ച് എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് അതിനകത്ത് കാണാറുണ്ട് എന്നുള്ളതാണ്. ദെൻ നമ്മളിനി ഇതിനകത്ത് ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ജേർണൽസ് എന്നുള്ളതാണ്. എഗൈൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ന്യൂസ് പേപ്പർ അതുപോലെ ജേർണൽ എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കേണ്ട ഒരു സംഗതിയാണ്. ഓരോ ന്യൂസ് പേപ്പറും തുടങ്ങിയത് ആര്, എന്ന്, എവിടെ എന്നുള്ളതൊക്കെ പഠിക്കണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ന്യൂസ് പേപ്പറിൻ്റെ ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇവിടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. സോ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിലെ മിക്കവാറും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ അൺഹാപ്പി ആയിട്ടുള്ള ഒഫീഷ്യൽസ് പല കാരണങ്ങളാൽ കമ്പനിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരൊക്കെയാണ് പ്രധാനമായിട്ടും തുടക്കത്തിലൊക്കെ ന്യൂസ് പേപ്പേഴ്സൊക്കെ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ പബ്ലിഷ് ചെയ്യണമെന്നുള്ള ആവശ്യമൊക്കെ ഉന്നയിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ ഇതിനൊരു ഇനീഷ്യേറ്റീവ് നടത്താൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വില്യം ബോൾട്ട് എന്ന് പറയുന്നത്. സോ വില്യം ബോൾട്ട് 1776 ഞാൻ എന്ത് ചെയ്യും, അയാളെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതായിരുന്നു. സോ അദ്ദേഹം എന്ത് ചെയ്യും, ഞാൻ വൈകാതെ ഒരു ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള രീതിയിലുള്ള ശ്രമങ്ങൾ, അതിനുള്ള ഒരുപാട് പ്ലാനുകളൊക്കെ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. കമ്പനി അതിനെ മനസ്സിലാക്കുകയും അതിന് വേണ്ട നടപടികൾ ചെയ്യുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആ ഒരു മിഷൻ അദ്ദേഹത്തിന് സക്സീഡ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂസ് പേപ്പർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയുടെ ബംഗാൾ ഗസറ്റ് എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് കൽക്കട്ട ജനറൽ അഡ്വർടൈസർ എന്നും പറയുന്നത്. ഇറ്റ് വാസ് ഇൻ ദ ഇയർ 1780. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യയിലും പുറത്തൊക്കെ ആയിട്ട് ഇന്ത്യയായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് വന്നിട്ടുണ്ട്. ഈ അമേരിക്കയിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാർ, ഇന്ത്യൻ സോഷ്യോളജിസ്റ്റ് പോലത്തേക്ക് ഒരുപാട് ന്യൂസ് പേപ്പേഴ്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ന്യൂസ് പേപ്പർ എന്നുള്ളത് വളരെ വലിയൊരു ടോപ്പിക്കാണ്, വളരെ സമഗ്രമായിട്ട് പഠിക്കേണ്ടതാണ്. നെറ്റ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ്. അപ്പോൾ അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് തന്നെ പഠിക്കുക. നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ടുള്ള സോഴ്സുകളെ സംബന്ധിച്ചാണ്.
അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു എവിടേക്കാണ് സോഴ്സുകൾ അല്ലെങ്കിൽ ആർക്കൈവൽ സോഴ്സിൻ്റെ പ്രാധാന്യം എന്താണ്, പിന്നെ മറ്റുള്ള യൂറോപ്യൻ കൺട്രീസിൻ്റെ റെക്കോർഡ്സൊക്കെ എവിടേക്കാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഫൈനലി നമ്മൾ എന്ത് ചെയ്തു, ന്യൂസ് പേപ്പറിൻ്റെ ഒരു ഒറിജിനേഷൻ എങ്ങനെയാണ് എന്നുള്ളത് കൂടി ഡിസ്കസ് ചെയ്തു. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ കൂടുതൽ നിങ്ങൾക്ക് ഇതിനായിട്ട് ബന്ധപ്പെട്ടൊക്കെ പഠിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഐഫറിനകത്ത് ജോയിൻ ചെയ്യാനൊക്കെ പറ്റും. വളരെ കൃത്യമായിട്ടുള്ള മെറ്റീരിയൽസൊക്കെ അതിനകത്ത് നിങ്ങൾക്ക് ലഭ്യമാവും. ദെൻ നിങ്ങൾ ഐഫറിൻ്റെ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനകത്ത് കാണാനായിട്ട് പറ്റും ഗൈഡൻസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. അപ്പോൾ അതിനകത്ത് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഫ്രീ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഗ്രൂപ്പിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവും. ആൻഡ് അഗെയിൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതൽ ഏതൊക്കെ ഏരിയ എന്നൊക്കെയുള്ള ക്ലാസ്സുകളൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതെല്ലാം നമുക്ക് പരിഗണിക്കാവുന്നതാണ്. സോ താങ്ക് യു. മറ്റൊരു സെഷനിൽ കാണാം.